ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെയുള്ള ആരെടുത്തിട്ടൊരു പലഹാരത്തിൻ്റെയാണ്. അപ്പം മാവൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് മധുരത്തിനും വേണ്ടിയിട്ട് 3 അച്ച് ശർക്കര 1 കപ്പ് വെള്ളം വെച്ചിട്ടൊന്ന് ഉരുക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. പിന്നെ ഈ മെഷർമെൻറ്റ് കപ്പ് കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മൾ റവ എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വെള്ളവും അളന്നെടുത്തിട്ട് ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 4 ടേബിൾ സ്പൂൺ ചോറും പിന്നെ ഈ പലഹാരത്തിലേക്ക് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് 2-3 ഏലക്കായ ചതച്ചെടുത്തതും 1 ടീസ്പൂൺ ചെറിയ ജീരകവും. അപ്പോൾ ചെറിയ ജീരകവും ഏലക്കായൊക്കെ നമ്മുടെ കയ്യിൽ പൊടികളുണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് റവ ആയതുകൊണ്ട് നല്ല പോലെ തന്നെ അരിഞ്ഞ് കിട്ടണം. അതുവരേക്കും അടിച്ചെടുക്കുകയും വേണം. ഇപ്പോൾ നമ്മളിതൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. വല്ല കല്ലോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവായി കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നല്ല ലൂസ് പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ അളവുകളൊക്കെ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അളവ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ബാറ്റർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ പലഹാരം നല്ല പോലെ തന്നെ പഞ്ഞി പോലെ ആരെടുത്തിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. ഇനി ബാറ്റർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് വെള്ളപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുഴുവനായിട്ട് മൂത്ത് കിട്ടേണ്ട. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് അല്പം തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തിനും ചെറിയ ഉള്ളിക്കും ഒക്കെ പകരമായിട്ട് നമുക്ക് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെറിയ ഉള്ളി കുറച്ചൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നട്ട്സൊക്കെ ചേർക്കുന്നതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ചേർത്തിട്ട് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും. പിന്നെ കലത്തപ്പത്തിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റും ടെക്സ്ചറും തന്നെയാണ് ഈ ഒരു പലഹാരത്തിനും ഉണ്ടാവുക. അപ്പോൾ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ മൂപ്പിച്ചെടുത്ത് തേങ്ങാക്കൊത്തും ഉള്ളിയും ഒരല്പം മാത്രം നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയൊന്നും മുഴുവനായിട്ടും നമ്മൾ ഈ ചട്ടിയിൽ നിന്നും മാറ്റിയിട്ടില്ല. ഒരല്പം ഓയിലും തേങ്ങാക്കൊത്തും ഒക്കെ ചട്ടിയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ 1-2 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൂപ്പിച്ചെടുത്ത ഉള്ളിയും തേങ്ങാക്കൊത്തും ഒരല്പം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടും പിന്നെ അടച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടും വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ട് നന്നായിട്ട് ആരെടുത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഒരു പലഹാരമാണ്. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയും ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ട് പോകട്ടെ. ഇതേപോലെ ഇനി ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഇനി കൂടുതൽ ടൈമൊന്നും വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്റർ ഒറ്റ തവണയായിട്ട് തന്നെ കുക്കറിലേക്കോ അല്ലെങ്കിൽ ഫ്രൈം പാനിലേക്കോ ഒക്കെ ഒഴിച്ചിട്ടോ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. ഇനി കുക്കറിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 8-10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി എളുപ്പപ്പണിക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ബാറ്റർ ഒറ്റ തവണയായിട്ട് കുക്കറിലേക്കോ അല്ലെങ്കിൽ ഫ്രൈം പാനിലേക്കോ ഒക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയും വേണം. പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 8-10 മിനിറ്റ് വരെ വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോഴും നമുക്ക് ഈ പലഹാരം നല്ല പഞ്ഞി പോലെ ആരെടുത്തിട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ വിസിൽ ഒഴിവാക്കേണ്ടി വരും. വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ വെള്ളപ്പച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഈ പലഹാരം മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ പലഹാരം തീർച്ചയായും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഇനി നമ്മുടെ ഈ പലഹാരം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി ആരെടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.